എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചെയ്യുന്നത് ഒരു മത്തങ്ങ പുളിങ്കറിയാണ്. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ചോറിൻ്റെ കൂടെ നല്ലൊരു അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള തേങ്ങയില്ലാത്ത മത്തങ്ങ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു കറിയിലേക്ക് വേണ്ടത് മത്തങ്ങയാണ്. ഒരു ചെറിയ കഷ്ണം മത്തങ്ങ മതിയാവും. ഏകദേശം ഒരു 250 ഗ്രാം മത്തങ്ങ എടുക്കാം. ചെറുതായിട്ട് മുറിച്ചെടുക്കണം. മുറിച്ചെടുത്തതിന് ശേഷം മത്തങ്ങ ഒന്ന് വേവിച്ചെടുക്കണം. ചെറുതായി മുറിച്ച മത്തങ്ങ ഒരു കുക്കറിലിട്ടതിന് ശേഷം അത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ വേവിച്ചെടുക്കുക. മത്തങ്ങ വെന്തതിന് ശേഷം ഒരു പാൻ ചൂടാക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ കടുക് നല്ലതുപോലെ പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടിച്ചെടുക്കാൻ വിട്ടുപോകരുത്. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം മാത്രം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. 2 തണ്ട് കറിവേപ്പില, ഒരു 4-5 ചെറിയുള്ളി ചെറുതായി മുറിച്ചത്. എരിവിന് വേണ്ടി നമ്മൾ എടുക്കുന്നത് പച്ചമുളകാണ്. 4-5 പച്ചമുളക് എടുക്കാം. ഒരു 4-5 വെളുത്തുള്ളി ചെറുതായി കീറിയതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഞെരടി പിഴിഞ്ഞെടുക്കണം. നന്നായി പിഴിഞ്ഞെടുത്ത ഈ ഒരു പുളിവെള്ളം നേരത്തെ വഴറ്റിയെടുത്ത ആ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. പുളിവെള്ളം നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ വേവിച്ച് വെച്ചിട്ടുള്ള മത്തങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. മത്തങ്ങ കുക്കറിൽ നല്ലതുപോലെ വേവിച്ചെടുക്കണം. അതുപോലെ ഒരു മാഷ് ചെയ്താൽ നല്ലപോലെ ഉടയാൻ പാകത്തിനായിരിക്കണം വേവിച്ചെടുക്കേണ്ടത്. കുക്കറിൽ നിന്ന് അതേപടി മത്തങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഉടയുണ്ടാകുന്നുള്ളവർക്ക് അങ്ങനെ തന്നെ ഇടാം. കുറച്ചുകൂടി ഉടച്ചെടുത്താൽ നല്ലപോലെ കിട്ടും. അതിഷ്ടമുള്ളവർക്ക് അങ്ങനെ എടുക്കാവുന്നതാണ്. ഇനി പകുതി മത്തങ്ങ ഉടച്ചെടുത്താലും ഈ കറിക്ക് നല്ല ടേസ്റ്റാണ്. കുറച്ചുകൂടി വെള്ളം പോലെ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഉപ്പും പുളിയൊക്കെ നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല ചൂട് ചോറും ഈ ഒരു മത്തങ്ങ കറിയും നല്ല ടേസ്റ്റാണ്. ഒരുപാട് വെള്ളമില്ലാതെ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് വറ്റിയിരിക്കും. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. കുറച്ചൊന്ന് ഒഴിച്ചു കൂട്ടാനായിട്ട് കഴിക്കാനാണ് ഈ ഒരു കറി നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക്